പക്ഷെ വേറെ ദിവസം ഞാൻ പറയും വിശ്വാസം വേണം, എല്ലാവർക്കും വിശ്വാസം വേണം. അമിതമാകുമ്പോഴാണ് അതിന്റെ വിഷയം ഉണ്ടാവുന്നത്. അതായത് എല്ലാ മതങ്ങളിലും ഈ തീവ്രമായിട്ടുള്ള ആളുകളുണ്ട്. ഈ തീവ്ര ചിന്താഗതിയുള്ള ആളുകളാണ് ഇതിന്റെ എല്ലാം പ്രശ്നക്കാർ. ഈ രീതിയിൽ എനിക്കതിനെ വീഡിയോ ചെയ്തു. ഞാൻ ഒരു മനുഷ്യനാണ്. ഞാൻ പറയുന്ന എല്ലാം ശരിയാവണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറയുന്നതിനകത്ത് തെറ്റുകളുണ്ടാവും. ആ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു. ഒസാമ ബിൻ ലാദന്റെ ഒരു കാര്യം പറഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോ അതിന്റെ അടിയിൽ വന്ന് കുറെ പേര് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ് ഒസാമ ബിൻ ഞാൻ എന്താണ് അവരുടെ പിതാക്കന്മാരെ പറഞ്ഞ പോലെ സിറ്റുവേഷൻ എനിക്ക് കിട്ടിയത്. അതിന്റെ താഴെ കമന്റ് വരുന്ന പലർക്കും പിതാക്കന്മാരില്ലാത്ത ഫേക്ക് ഐഡിയിൽ നിന്നിട്ടായിരിക്കാം. റെസ്പോൺസ് സ്കെയിലിൽ നിന്ന് നമ്മളോട് സംസാരിക്കാൻ വന്നിരിക്കുന്ന അജു ആണ്. അജു, റെസ്പോൺസ് സ്കെയിലേക്ക് സ്വാഗതം. ഇപ്പൊ CJP പ്രതിഷേധമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ CJP ഒരു പ്രൊട്ടസ്റ്റ് നല്ല രീതിയിൽ തന്നെ സക്സസ് ആവുകയും ചെയ്തു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ചെയ്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലൊരു PSC അതുണ്ട്. ആ PSC അതിലേക്ക് ഈ CJP പ്രൊട്ടസ്റ്റ് വരുമോ, അതോ എന്താണ് ഇനി CJP അതിലേക്ക് വരാത്തത് എന്താണ്? എന്റെ ഫസ്റ്റ് ചോദ്യത്തിൽ നിന്ന് തന്നെ ചോദിക്കാം. CJP ഇതുവരെ കേരളത്തിൽ എന്തെങ്കിലും പ്രൊട്ടസ്റ്റിനെ കുറിച്ച് സംസാരിച്ചിരുന്നു? അല്ലെങ്കിൽ CJPയുടെ എത്ര ഒരു പാർട്ടി മൂവ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനയോ കേരളത്തിൽ ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. പക്ഷേ ഇൻസ്റ്റാ പേജിലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് മാത്രമാണ്. PSCയുടെ പ്രശ്നങ്ങൾ നമുക്കിവിടെ മുഖ്യധാര മാധ്യമങ്ങളുണ്ട്, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവരാരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം BJPയുടെ ആളുകൾ KPCCയുടെ ആസ്ഥാനത്തേക്ക് ഒരു മാർച്ച് നടത്തി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ രാഹുൽ ഗാന്ധി പ്രകടനം നടത്തിയെന്ന് പറഞ്ഞിട്ട് അവര് പോലും ഈ പറയുന്ന ഈ PSCയുടെ ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോയിട്ടില്ല. യുവമോർച്ച പോയിട്ടുണ്ട്. ഇല്ല, അതൊക്കെ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് അവിടെ CJPയുടെ സംഭവം അതാണ് CJP വന്നതിന് ശേഷമാണ്. PSCയുടെ ആളുകള് അവിടെ ഈ പരിപാടി നടത്താൻ തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഈ ഒരു മാസം കൊണ്ടല്ല. അല്ല, പക്ഷെ മണ്ണ് വാരി തരുന്ന സമരം 2 ആഴ്ച മുന്നേ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അവര്. പക്ഷെ LP UPയുടേതാണല്ലോ, റാങ്ക് ലിസ്റ്റിനെ ആണല്ലോ. അപ്പൊ ആ റാങ്ക് ലിസ്റ്റിന്റെ അതിൽ 2 ആഴ്ച മുന്നെയാണ് അവർ മണ്ണ് വാരി തരുന്ന സമരം നടത്തിയത്. നടത്തി. ഇപ്പൊ അത് ഇന്ന് വന്നത് നമ്മുടെ നിരാഹാരം സ്റ്റാർട്ട് ചെയ്യുവാണ് എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഇത് മുന്നോട്ട് പോകേണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ ചെയ്യുന്നത് ധന്യ ആദ്യമേ സംസാരിച്ച അവരുടെ നാട്ടിലെ ഒരു പാലത്തിന് ധന്യമായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. ധന്യ അവിടുത്തെ ഒരു പാലത്തിന്റെ കേസ് പറഞ്ഞപ്പോഴത്തേന് ഇതിന്റെ ആദ്യം ഒരു കാര്യം പറഞ്ഞിരുന്നത് ഡൽഹിയിൽ പോയ ആളുകളെ ആരെയും കണ്ടില്ല എന്ന്. അപ്പൊ ഞാനത് ധന്യമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അത് കഴിഞ്ഞ് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ധന്യ ഉദ്ദേശിച്ചത് അവിടെ വരെ ചെല്ലാവുന്ന ആളുകൾക്ക് ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിനെ ഒരു നീതി വാങ്ങിച്ചു കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ, തെറ്റിദ്ധരിച്ചതാണെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ ഏതൊരു കാര്യം എടുത്താലും ഇപ്പൊ CJP വരണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് സംസാരം ഉണ്ടാകുന്നത്. അതല്ല വേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ അത് നമ്മൾ സംസാരിക്കണം. അത് തന്നെ നമ്മൾ സംസാരിക്കണം എന്ന് പറഞ്ഞല്ലോ. ഈ നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതേ പ്രശ്നം ഈ CJPയുടെ ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ സമരം ചെയ്യാനിരുന്നതാണ്. മണ്ണുവാരത്തിൽ നിന്നും എല്ലാം സമരം ചെയ്യാൻ ഇവിടെ അവിടെ ഉണ്ട്, രംഗത്തുണ്ട്. പക്ഷേ ഇപ്പോ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആക്ടിവിസ്റ്റുകളും അതേപോലെ സിനിമാ നടന്മാരും അതേപോലെ ഡയറക്ടേഴ്സും എല്ലാം നമുക്ക് ഈ CJPയുടെ പ്രൊട്ടസ്റ്റിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. എന്തിനും ഇവിടുത്തെ മാധ്യമങ്ങൾ വരെ അതിലേക്കാണ് ശ്രദ്ധ കൊടുത്തത്. ഒരു സൈഡായി പോവുകയാണ് ഈ PSC ചെയ്തത്. അപ്പൊ നമ്മുടെ നാട്ടിലെ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ നമ്മളല്ലേ സംസാരിക്കേണ്ടത്? അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പോഴും പറയുന്നത്. ഇവിടെ ഞാൻ ഡൽഹിയിൽ അവരെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഞാൻ എല്ലാ കാര്യങ്ങളിലും എനിക്ക് എന്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ശരണയ്ക്ക് ശരണേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഈ പറയുന്ന സിനിമാക്കാർക്കും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അവരതിനനുസരിച്ച് സംസാരിക്കത്തുള്ളൂ. ഒരാളെ നിർബന്ധിച്ചുകൊണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെ കൊണ്ട് ഇപ്പൊ ഈ ഭാരത് മാതാ കി ജയ് വിളിച്ചേ പറ്റൂ എന്നൊരാൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല. അത് എന്റെ ഇഷ്ടമാണ്, ഞാൻ വിളിച്ചിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരാളെ നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, എന്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പൊ ഞാൻ അതിനനുസരിച്ചായിരിക്കും സംസാരിക്കുന്നത്. നീ എന്തുകൊണ്ടത് ഇതിന് കൂടെ നിന്നില്ല എന്ന് ചോദിക്കാൻ ഒരാൾക്കും അവകാശമില്ല. ഫോർ എക്സാമ്പിൾ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യം അതാണ്. ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്ന സാധനമാണ് ഈ തീവ്രവാദി, പാകിസ്ഥാൻകാരൻ, അത് ഇതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ആദ്യം അത് എന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ PSCനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടെയുള്ള സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇവരാരും തന്നെ സപ്പോർട്ട് ചെയ്യാത്തപ്പോഴും എന്തുകൊണ്ട് CJP വന്നില്ല? ഇപ്പൊ ആദ്യ ചോദ്യം തന്നെ അതാണ്, CJP വരുമോ എന്നാണ്. ഞാനിപ്പോ അങ്ങനെ ഒരു മൂവ്മെന്റുമായിട്ട് CJP വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു മൂവ്മെന്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ്. കാരണം പക്ഷെ CJP ഞാൻ എടുത്തു വെച്ച കാര്യം വേണമെന്നല്ല, യുവത്വത്തിന് അതായത് യുവജനതയുടെ എവിടെയാണോ അവർക്ക് ഒരു കൺകെട്ട് വരുന്നത്, അതായത് അവരുടെ ഭാവിക്ക്
എന്താ ഭാവി തുലയുന്ന പോലെ വരുന്നത്. ആ ഒരു സമയത്ത് പ്രൊട്ടസ്റ്റ് ആയിട്ട് വന്നതാണ് ഇപ്പൊ CJP അവിടെ നമ്മുടെ ജന്തർ മന്ദർ. നമുക്കറിയാം നീറ്റ് എക്സാംസ് കാമ നടന്നത് തന്നെയാണ്. 23 കുട്ടികൾ മരണപ്പെട്ടതിന് ശേഷമാണ്, അത്രയും വലിയൊരു ഇഷ്യൂ ആയതിനു ശേഷമാണ്. 23 കുട്ടികൾ മരണപ്പെട്ടു. ആ കുട്ടികൾക്ക് നീതി ലഭിക്കണം. നീതി ലഭിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. പക്ഷെ അത് ആവശ്യം ആയിരുന്നു, അത് രാജിവെച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു കേടുള്ളത് മാറ്റാൻ വേണ്ടി തന്നെ അവർ വന്നതാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു. നീറ്റ് എക്സാം സ്കാം നടന്നു. പക്ഷെ അതേപോലെ യുവത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു മൂവ്മെന്റ് ആയിട്ട് നമുക്ക് അതിന്റെ കരുതാലോ. ആ യുവത്വം പിന്നെ അത് കഴിഞ്ഞപ്പോൾ പഞ്ചാബിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോഴും കേരളത്തിന്റെ കാര്യം മിണ്ടിയിട്ടില്ല. കേരളം, അതാണ് ഞാൻ പറഞ്ഞത്. PSC എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മളുടെ ഇവിടെയുള്ള ആളുകൾ സംസാരിക്കണം എന്നാണ് പറയുന്നത്. ഇതിനൊരു കേന്ദ്ര നേതൃത്വം വന്നുകൊണ്ട് CJP പോലെയുള്ള ഒരു പാർട്ടി രൂപീകരിച്ചിട്ടില്ല ഇതുവരെ. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ CJPനെ സപ്പോർട്ട് ചെയ്ത് ഞാനടക്കമുള്ള പല ആളുകളും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ ഇതിനകത്ത് ചോദ്യം വരാറുണ്ട്, 23 മില്യണോളം ഫോളോവേഴ്സ് ഉള്ള CJPക്ക് ഡൽഹിയിൽ ഇത്ര. ഇതിലെല്ലാവരും വന്ന് ഡൽഹി കിടക്കുന്ന ആൾക്കാരൊന്നും അല്ല. ഞാൻ ഇവിടെ ലീവിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ചെന്നത്. അതേപോലെ തന്നെയാണ് CJPനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകൾ ഇവിടെയുള്ള ആളുകളല്ല. കേരളം നന്നാവണമെന്ന് കേരളത്തിനെ സ്നേഹിക്കുന്ന, എങ്കിൽ കേരളത്തിൽ ഇല്ലാത്ത ആളുകളുണ്ട്. അവർക്ക് ആഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിലുള്ള ആളുകളോട് നിങ്ങൾ ചോദ്യം ചെയ്യണം. കേരളത്തിലുള്ള ഇപ്പോ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളോട് ചോദിക്കാം. അത് CPM-നോട് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, നിങ്ങൾക്ക് BJP-യോട് ചോദ്യം ചെയ്യാം. ഇപ്പോ ഈ അടുത്ത കാലത്ത് റോബിൻ രാധാകൃഷ്ണൻ വന്നിരുന്നു. എന്തുകൊണ്ടാണ് ഇതൊരു വൈറലാവണം? ഏതൊരു സാധനം വൈറലായതിനു ശേഷം മാത്രമേ, നമ്മുടെ നാട്ടിലെ അവസ്ഥ എങ്ങനെയാണ്, ഏതൊരു ഇഷ്യൂവും വൈറലായാൽ മാത്രം നീതി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നാളെ ഇതിനെ CJP വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു മൂവ്മെന്റ് കേരളത്തിൽ ഒരാള് മുന്നിൽ നിന്നുകൊണ്ട് ഇതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉറപ്പായി ഞാൻ പറയുന്നു, കേരളത്തിലുള്ള CJP സപ്പോർട്ടേഴ്സ് എല്ലാം വന്നിരിക്കും അവിടെ. അതാണ് അതിന്റെ ഉത്തരവ് എന്നുള്ളത്. CJP വന്നാൽ വന്നിരിക്കും. അതൊരു തീരുമാനമെടുക്കാനായിട്ട് ഒരു നേതൃനിര ഇല്ല ഇതുവരെ. അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ഒരാൾ, അതൊരു സംഘടനയല്ല. ഫസ്റ്റ് തിങ്, CJP എന്ന് പറയുന്നതിൽ പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം ജനങ്ങളെ മാത്രമാണ്. അതൊരു സംഘടനയെ അല്ല. ഇവിടെ എല്ലാവരും സംസാരിക്കും അതൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിലാണ്. മൂവ്മെന്റ് ആണ്, നമുക്കറിയാം മൂവ്മെന്റ് ആണെന്നുള്ളത്. തെറ്റിദ്ധരിക്കുന്നല്ല, ഞാൻ ഒരുപാട് വീഡിയോസുകൾ കണ്ടിട്ടുണ്ട്. പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്ന ഈ CJPനെ കുറിച്ച് സംസാരിക്കുന്നതിൽ എനിക്കൊന്ന് ഒരു 80-85% ആൾക്കാരും ഇതിനെ ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിന്ന് വരെയും അങ്ങനെ തരത്തിലുള്ള ഒരു ഇതും പറഞ്ഞിട്ടില്ല. പാർട്ടി എന്ന രീതിയിലേക്ക് അവർ ഫോം ചെയ്തിട്ടില്ല. തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു മൂവ്മെന്റ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം എന്താ പറയുന്നത്, ന്യായമായ ഒരു ചോദ്യമല്ല കേരളത്തിലേക്ക് വരുമോ എന്നുള്ളത്. കാരണം കേരളത്തിൽ ഇപ്പൊ നടക്കുന്നത്, കേരളത്തിനുള്ളിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഒരു ഓൾ ഇന്ത്യ ലെവലിലേക്ക് ഇഷ്യൂ എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോ നമുക്ക് പഞ്ചാബിൽ ഇഷ്യൂവോ, പഞ്ചാബിൽ മാത്രമായിട്ടുള്ളതല്ലേ ഫാർമസിസ്റ്റിന്റെ എക്സാമിന്റെ അതാണ് സ്കാം ആയത്. വന്നേക്കുന്നതാണത്. നമ്മൾ എടുത്തിടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബിന്റെ ഇതേ സെയിം സിറ്റുവേഷൻ തന്നെ ഡൽഹിയിൽ തന്നെ അവിടെയും പഞ്ചാബിന്റെ അത് ഉള്ളതുകൊണ്ടാണ് പഞ്ചാബിലേക്ക് എന്തുകൊണ്ട് പോയില്ല എന്നൊരു ക്വസ്റ്റ്യൻ അഭിജിത് ദീപ്കയോട് ചോദിച്ചപ്പോഴാണ് അഭിജിത് ദീപ്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നതല്ല, ഇവിടെ കേരളത്തിൽ പല ആൾക്കാരും അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഫേമസ് ആയിട്ടുള്ള രഞ്ജിനി ഹരിദാസ്, നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. രഞ്ജിനി ഹരിദാസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു, ജാൻമണി പോയിട്ടുണ്ടായിരുന്നു. ജാൻമണിയോട് നിൽക്കട്ടെ, രഞ്ജിനി ഹരിദാസ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ, രഞ്ജിനി ഹരിദാസ് പോയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു കാര്യം കൂടി അവിടെ ചർച്ച ചെയ്യാമായിരുന്നല്ലോ. ഞാൻ 1.5 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അതിനകത്തേക്ക് നമുക്ക് കാല് കുത്താൻ പോയിട്ട് ഇവരുടെ സ്റ്റേജിന്റെ അടുത്ത് പോലും പോകാൻ പറ്റത്തില്ല. ഓക്കെ, ഈ പറയുന്ന അഭിജിത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു സാധനം എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒന്ന്, ഫസ്റ്റ് അവിടുത്തെ പോലീസുകാര്, ആക്ഷൻ ഫോഴ്സ്, ഇവരെല്ലാവരും ഭയങ്കരമായിട്ടാണ് നമ്മളെ അടുപ്പിക്കത്ത് പോലും ഇല്ല. ഞാൻ കൺമുന്നിൽ കണ്ടതാണ്. ഒരു പ്രകോപനം ഇല്ലാണ്ട് അവർ തല്ലുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ പെപ്പർ സ്പ്രേ അടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പോലീസുകാർക്ക് നേരെ. ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ ഈ പോലീസുകാര്, ഞാൻ എന്റെ കൺമുന്നിൽ അവരുടെ മുന്നിൽ നിന്നിട്ട് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അതായത് ഇവരുടെ അവിടുത്തെ ഒരു ആക്ഷൻ കൂടിയപ്പോ, ഈ പറഞ്ഞ പോലെ ഞാൻ, എന്റെ കുട്ടികളുണ്ടായിരുന്നു, എന്നെ പോലും തള്ളി ഇറക്കി വിടുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ആരാണെങ്കിലും റിയാക്ട് ചെയ്തു ഇല്ലേ? ആ റിയാക്ഷൻ ഇത്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചർമ്മയെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരാളുമായിട്ട് സംസാരിക്കുന്നത്. അതിനകത്ത് പറയുന്ന ഒരു സംഭവമുണ്ട്, എന്തുകൊണ്ടാണ് കേസ് ഒഴിവാക്കണമെന്ന് പറയുന്നത് കുറിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. യെസ്, ഉവൈസ് ആണ് ഈ പുള്ളിയുടെ പേര്. എനിക്ക് പുള്ളി ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ഒരു തന്നെയാണ്. പുള്ളിയോട് ചോദിച്ചു, ഞാൻ ആ ഒരു വീഡിയോ കണ്ടുള്ളൂ കേട്ടോ. അപ്പൊ അതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്റെ പ്രവർത്തകരാരും
ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെയുള്ള കേസ് ഒഴിവാക്കണം എന്നുള്ള പറയുന്നത് തോന്നുന്നത് ഒരു മണ്ടൻ ചോദ്യമാണ്. കാരണം അത്രയും വലിയൊരു കൂട്ടത്തിനകത്തേക്ക് മറ്റുള്ള പണ്ട് പല ആളുകൾ പറയുന്നുണ്ട്, അതിനകത്തേക്ക് ഈ വിഷങ്ങളെ കുത്തി നിറയ്ക്കുന്ന ആളുകളുണ്ടാവും. ആളുകൾ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഒരു കൂട്ടത്തിനകത്ത് ഒരു 4 or 5 പേര് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവിടെ നടക്കുന്ന അറ്റാക്കിൽ ഈ 5 പേരെ മാത്രമായിരിക്കും ഇതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള ഒരു കൂട്ടം ആളുകളെ അറസ്റ്റ് ചെയ്യും. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, പോലീസുകാർ അവിടെ വണ്ടികൾ തല്ലിപ്പൊട്ടിക്കുന്ന കണ്ടിട്ടുണ്ട്, ഇല്ലേ? കണ്ടിട്ടില്ലെന്ന് പറയരുത്. അവിടെ പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട്. വണ്ടികൾ തല്ലിപ്പൊട്ടിക്കുന്ന, പോലീസുകാർ തല്ലിപ്പൊട്ടിക്കുന്ന കണ്ടിട്ടുണ്ട്, അതുപോലെ അക്രമികൾ തല്ലിപ്പൊട്ടിക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ ആക്രമിക്കുന്നവരെ അറസ്റ്റ് ചെയ്തോളം പറഞ്ഞിട്ടുമുണ്ട്, ഇല്ലേ? അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഇടയിൽ നിന്നിട്ട് അങ്ങനെ ആരെങ്കിലും ഞാൻ അവിടെ 1.5 ദിവസം നിന്ന ആൾക്കാരാണ്. അതിനകത്ത് ഒരാള് പോലും അവിടെ ഒരു മോശമായ രീതിയിലുള്ള മുദ്രാവാക്യം വിളിക്കുന്നു, അവിടെ വന്ദേ മാതരം വിളിക്കുകയോ മോശമായ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഫക്കിംഗ് ഇന്ത്യ, ഫക്കിംഗ് ഇന്ത്യൻ ആർമി ഞാൻ അതാ പറഞ്ഞത്, ഞാനുള്ള ദിവസത്തെ കാര്യം പറയുന്നത്, ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കാര്യം, ഞാൻ എന്റെ കാര്യം പറയുന്നത്, ഞാൻ എന്റെ കൺമുന്നിൽ കാണുന്നതാണ്. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഇതിനിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ച ഒരാൾ ഇറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാനായിട്ട് സാധിക്കും, ഇല്ലേ? ഇപ്പൊ 10 പേര് കൂടി ഇന്ന് പോലീസിന്റെ മുന്നിൽ, നമ്മൾ പല സിനിമകളിലൊക്കെ നമുക്ക് കൺമുന്നിൽ കാണാൻ പറ്റുന്ന സാധനമാണ്. ഒരാൾ പുറകിൽ നിന്ന് ഒരു കല്ലെടുത്ത് പോലീസുകാരനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊട്ടസ്റ്റ് വന്നയാളാണോ അതോ വെളിയിൽ നിന്ന് വന്നയാളാണെന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്? അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇല്ല. അപ്പൊ അതിൽ വാർത്തയിൽ എന്തായിരിക്കും വരുന്നത്? വാർത്തയിൽ എന്തായിരിക്കും വരുന്നത്? പ്രൊട്ടസ്റ്റുകാര് പോലീസുകാരെ ആക്രമിച്ചു തന്നെയായിരിക്കും. അത് തന്നെ, അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട്, 100% ഉണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നത്. കാരണം കൂട്ടത്തിൽ നിന്ന് ഒരാൾ കല്ലെടുത്തെറിഞ്ഞാൽ ആരാണെന്ന് ഇപ്പൊ അതാണ് മുമ്പേ ഞാൻ പറഞ്ഞത്, പാർട്ടിയിൽ വന്ന ആളാണോ പുറമേ നിന്ന് വന്ന ആളോ? അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അങ്ങനെ വരുമ്പോഴത്തേന് ഈ അറസ്റ്റ് ചെയ്തതിനകത്ത് ഇതിനകത്തെ ഒരു ഇല്ലാത്ത നിൽക്കുന്ന ആളുകളെ ഉണ്ടാവും. അവർക്കെതിരെയുള്ള കേസ് ഒഴിവാക്കണമെന്ന് തെളിവ് സഹിതം ഉണ്ടോ, അറസ്റ്റ് ചെയ്തോ? ഇവിടെ ഒരാൾ പോലും ഇത് കാര്യം കൂട്ടിച്ചേർക്കും കോട്ട് ചെയ്യാം. ഈ അഭിജിത് ദീപ്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കൂടെ വന്ന ആരും പ്രൊട്ടസ്റ്റ് നടത്താൻ വന്ന ആരും അക്രമപരമായിട്ട് സംസാരിച്ചിട്ടില്ല, പ്രകോപനമായ രീതിയിൽ തല്ലി തകർത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അഭിജിത് ദീപ്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു കാര്യത്തെ തന്നെ നമുക്ക് കോട്ട് ചെയ്യാം. തന്റെ കൂടെ വന്ന അക്രമകാരികൾ ആരുമില്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ പോലീസ്, ഇവിടെയുള്ള മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലീസുകാർ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന, പക്ഷെ പല നേരിട്ട് കണ്ടിട്ടുണ്ട് ഉണ്ട്, ആക്രമിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മറുവശം കൂടി ഉണ്ട്, അത് ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്നില്ല. ഈ പെപ്പർ സ്പ്രേ എറിഞ്ഞ കാര്യം കാണിക്കുന്നില്ല. അതേപോലെ പല കാര്യം, ഒരു 5 മാസം 5 മാസം ഗർഭിണിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ വയറിൽ ചവിട്ടിയിട്ടുണ്ട്, അത് കാണിച്ചിട്ടില്ല. അതൊന്നും കാണിച്ചിട്ടില്ല. അറ്റാക്ക് നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒരു സൈഡിൽ മാത്രമായിട്ട് കാണിക്കുന്നത്, രണ്ട് സൈഡിലും കാണിക്കുന്നില്ല. ഞാൻ ഇരിക്കുന്നത് ഈ സംഭവം ഞാൻ കണ്ടിട്ടില്ലോ, ഈ പറയുന്ന വയറ്റിൽ ചവിട്ടിയിട്ടുണ്ട്. ആ കുഞ്ഞ് അബോട്ടായോ എന്ന് എനിക്കറിയില്ല, വയറ്റിൽ ചവിട്ടി. ഞാൻ ആ ന്യൂസ് കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്ന, ഒരു ഇതുപോലെയുള്ള ഒരു അക്രമം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് അതൊരു പ്രഗ്നന്റ് ആയ ലേഡി ആണെന്ന് അറിയുമല്ലോ, അവിടെ ഡ്യൂട്ടിക്ക് ഇടുന്നത് തന്നെ ശരിയാണോ? കാരണം ഇതൊരു അക്രമം നടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. സമാധാനപരമായിട്ടുള്ളത് അവിടെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയധികം പോലീസുകാരെ കൊണ്ട് നിർത്തിയേക്കുന്നത്? അത് അവരുടെ സെക്യൂരിറ്റി വേണ്ടേ? അത് തന്നെ ചോദിക്കുന്നത്. അത് തന്നെയാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ അക്രമം സാധ്യത ഉണ്ടാവുന്നതുകൊണ്ടല്ലേ? അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ യാതൊരു കാര്യം പറയട്ടെ, ഇപ്പൊ അവിടെ പോലീസുകാരെ ഇറക്കിയിട്ടില്ല എന്ന് വെക്കുക, പോലീസുകാരെ ഇറക്കിയിട്ടില്ല എന്ന് വെക്കുക, ഇവിടെ വന്ന പിള്ളേര് അക്രമം കാണിച്ചു, അപ്പൊ നാളെ ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കും. അത് തന്നെ ഞാൻ ചോദിച്ചത്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അക്രമ സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ടാണല്ലോ പോലീസുകാരെ കൊണ്ടിറക്കിയത്. നോർമലി നമുക്ക് എന്ത് കഴിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അറിയാൻ പറ്റുന്നത്, ഒരാൾ സമരം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പോലീസ് ഇറക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളിടത്ത് ഇങ്ങനെ ഒരു സ്ത്രീനെ ഡ്യൂട്ടിക്ക് ഇടുന്നത് തന്നെ തെറ്റാണ്. പിന്നെ അതുപോലെയുള്ള പലപ്പോഴും അവിടെ മനഃപൂർവ്വം അല്ലാത്ത ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവും, ഇല്ലേ? ഇടിയും തുഴിയും ചവിട്ടും എല്ലാം ഇതുപോലെ ഒരു കൂട്ടം ആളുകളിനകത്ത് ഉണ്ടാവും. അതാണ് മുമ്പേ പറഞ്ഞത്. ഈ ചവിട്ടി എന്ന് പറയുന്നത് മനഃപൂർവ്വം ചവിട്ടിയാണെന്ന് പോലെ ഞാൻ ആ വീഡിയോ കാണാത്തോണ്ടാണ് ഈ പറയുന്നത്. ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോണതിന്റെ ഇടയ്ക്ക് ചവിട്ട് കൊണ്ടതാകാം. അങ്ങനെയല്ല, ഇതൊരു പ്രഗ്നന്റ് ആയ ലേഡി ആണെന്ന് പോലും അറിയത്തില്ല. ചിലപ്പോ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ചക്രമിച്ചിരിക്കും. ഈ പോലീസുകാർ തല്ലുമ്പോ കൈയും കെട്ടി നിൽക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ സംഭവിച്ചതായിരിക്കാം. ഞാൻ ആ വീഡിയോ കാണാതെയാണ് ഞാൻ ഇപ്പോഴും ആയിരിക്കാം എന്ന് പറയുന്നത്. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ് സംഭവിക്കാനേ സാധ്യത. അതിന്റെ പേരിൽ ഇവരെല്ലാവരും അക്രമികളാണ് എന്ന് പറയാം. ഞാൻ എന്റെ കൺമുന്നിൽ കാണുകയാണ് ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെ ആദ്യമേ ഉന്തുന്നു, തള്ളുന്നു, അതിനുശേഷമാണ് തല്ലുന്നത്.
തല്ലുന്ന് വെച്ചാൽ ഓടിച്ചിട്ട് തല്ലുകയാണ് ചെയ്യുന്നത്. ഈ തല്ലുന്നതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അക്രമം എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നില്ല. പോലീസുകാരെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ തല്ലുമ്പോഴത്തേന് ഞാനിപ്പോ ചുമ്മാ നിൽക്കുന്ന ഒരാളെ എന്നെ വന്ന് പോലീസുകാർ തല്ലുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് റിയാക്ട് ചെയ്യും. അത് നമ്മൾ എല്ലാവരും അങ്ങനെയാ നടത്തുമല്ലോ. പക്ഷെ അപ്പൊ ഒരു വൺ സൈഡ് മാത്രം പറയരുത്. ഞാനിപ്പോഴും പോലീസുകാരെ ആക്രമിച്ചു എന്ന് മാത്രമല്ല പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇതൊന്നും കാണിച്ചില്ല, ഇതൊന്നും പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇവിടുത്തെ മാധ്യമങ്ങൾ പൊതുവായിട്ടുള്ള മുഖ്യധാര മാധ്യമങ്ങൾ ആരും പോലീസ് അങ്ങോട്ട് ആക്രമിച്ച കാര്യം മാത്രമാണ് പറയുന്നത്. ആരും ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുമോ? ഒരു ചാനലിനെ പറയാൻ പറ്റുമോ? ഏത് ചാനലിലാ? ഏത് ചാനലിനെ പറയാൻ പറ്റുമോ ചോദിക്കുന്നത്? നമുക്ക് ഓരോ ചാനൽ നോക്കാം. ഞാൻ ഒരുപാട് ചാനലുകൾ കണ്ടിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നതൊക്കെ. ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു സംഭവം നടക്കുമ്പോൾ ന്യൂസ് കാണുന്നയാളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ സാധനവും. ഞാൻ അങ്ങോട്ട് പറയുന്നതും ഇങ്ങോട്ട് പറയുന്നതും ആക്രമിക്കുന്നതും വണ്ടിയുടെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പല ചാനലുകൾ റിപ്പോർട്ട് ചെയ്യൽ വളരെ കുറവാണ്. ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ റെഫർ ചെയ്യാനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് ചാനലിനെ എടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പ്രമുഖ ചാനലുകളായിട്ടുള്ള 3-4 ചാനലുകൾ സ്ഥിരമായി കാണുന്ന ആളാണ്. ഞാൻ ഒരു ചാനൽ മാത്രം കാണുന്ന ആളല്ല. അപ്പൊ ഈ ചാനലുകളിലെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് തെറ്റിദ്ധരിപ്പിച്ച കാര്യങ്ങൾ, അതായത് ആക്സിഡന്റ് ആയി വെച്ചിരുന്ന ഒരു കാറ് പോലും പ്രൊട്ടസ്റ്റുകാർ തല്ലിപ്പൊട്ടിച്ചതാണെന്ന് പറഞ്ഞ മലയാളം ചാനലുണ്ട്. അതിൽ തന്നെ അതിനെ തിരുത്തിയിട്ടുമുണ്ട്. ആക്സിഡന്റ് ആയിട്ട് മാറ്റിയിട്ട കാറായിരുന്നു എന്ന് തിരുത്തിയ ചാനലുകാരനുമുണ്ട്. പക്ഷെ അതുപോലെ ഇത് കാറ് തല്ലിപ്പൊട്ടിച്ച വീഡിയോസും വിഷ്വൽസും നമ്മുടെ അടുത്തുണ്ട്. ഒരു തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലെന്ന് പറഞ്ഞ ആളും അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇന്ത്യ വിരുദ്ധനല്ല. ഞാൻ ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആള് എന്റെ പ്രധാനമന്ത്രിയാണ്, എന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട റെസ്പെക്ടിനനുസരിച്ച് അയാള് വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്നവന് നിയമപരമായിട്ട് ശിക്ഷ കൊടുക്കണം. അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവിടെയുള്ള എല്ലാവരും അക്രമികളാണ് എന്ന് പറയുന്നതിനോട് അതാണ് അഭിജിത്ത് പറഞ്ഞതിനെ കോട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അഭിജിത്തിന്റെ അല്ല ഞാൻ പറയുന്നത് അഭിജിത്തിന്റെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അഭിജിത്ത് വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരോട് നമ്മളിപ്പോ ഒരു പ്രൊട്ടസ്റ്റിന് ഇറങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ ആക്രമിക്കാനായിട്ട് അല്ലെങ്കിൽ അതിക്രമം നടത്താനോ അവർ തീരുമാനിച്ചിട്ടില്ല. അതാണ് അവർ പറയുന്നത്. അതിന്റെ പേരിൽ ഇത്രയധികം ആളുകൾ ഇപ്പൊ വന്ന പോലെ പല ആളുകളും ഇതിനകത്ത് അവിടെ ഒരു സേഫ്റ്റിയോ സെക്യൂരിറ്റിയോ ഒന്നും നോക്കാതെയാണ് ആളുകൾ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വരുന്ന പല ആളുകൾ, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഒരു കൂട്ടം ആട്ടിൻകുട്ടികളുടെ ഇടയിലേക്ക് 2 ചെന്നായ്ക്കൾ കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അത് സാധിക്കാത്തിടത്തോളം കാലം ഇന്നയാളാണ് ചെയ്തത് എന്ന് പറയാൻ പറ്റത്തില്ല. തെളിവടക്കം അക്രമം ചെയ്ത് ഫേസ് റിവീൽ ചെയ്യുന്ന ഫേസിന്റെ ഞാൻ പറഞ്ഞല്ലേ, അങ്ങനെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തതിന് ആരെങ്കിലും ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? വേണ്ട, ഇത് ചെയ്യാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്തോ? ഇല്ല, പറയത്തില്ല. അത്രേ ഉള്ളൂ. പിന്നെ സിമ്പിൾ അല്ലേ? അവിടെ അക്രമം നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടണം. പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പോലീസുകാരനെ അറസ്റ്റ് ചെയ്തു? വ്യക്തമായിട്ട് കാറിന്റെ ഗ്ലാസ് അടക്കം തല്ലിപ്പൊട്ടിക്കുന്ന പോലീസുകാരന്റെ വീഡിയോസ് ഇല്ലേ? പോലീസുകാരനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടോ? എടുക്കുമായിരിക്കും. അതാണ്. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നമുക്ക് നീതി എന്ന് പറയുന്നത് വൺ സൈഡ് അല്ല, 2 സൈഡ്. നിയമം എല്ലാവർക്കും ബാധകമാണ്. നിയമപാലകർക്കും ബാധകമാണ്, പൗരനും ബാധകമാണ്. പൗരനെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ മറ്റേതിനെ കുറിച്ച് സംസാരിക്കുക പോലും ചെയ്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചർ ചെയ്യുമായിരിക്കും എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റത്തില്ല. അയാളെയും മാറ്റി നിർത്തണം. നമ്മളിപ്പോ അവിടുത്തെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകൾ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാരണം അവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടാണ്. നെയിം ബോർഡ് അടക്കമുള്ള വീഡിയോസുകൾ ഇഷ്ടം പോലെയുണ്ട്. നെയിം ബോർഡ് ഇല്ലാത്തവർ വേറെ, അത് മാറ്റി വെക്കുക. ഞാൻ അതും കണ്ടിട്ടുണ്ട്. അതും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് 60-65 വയസ്സുള്ള ആളൊക്കെ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൺമുന്നിൽ വയസ്സായിട്ടുള്ള ഈ ആളുകൾ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വേറെ. ഞാൻ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ വന്നത് ആരാന്നാണ് പറഞ്ഞു വരുന്നത്? അതാണ് എന്റെ ചോദ്യം. അതാണ് എന്റെ ചോദ്യം. ആസ് പെർ ദ റൂൾ നെയിം ബോർഡ് ഇല്ലാതെ ജോലി ചെയ്തതെന്നാണ്. അത് നമുക്ക് നെയിം ബോർഡ് ഇല്ലാതെ അറസ്റ്റ് വാറന്റും ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോഴും ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുമ്പോഴും നിയമപരമായിട്ട് ഞാൻ പല വക്കീലന്മാരുടെ വീഡിയോ അടക്കം കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു ആക്ഷൻ എടുക്കും. ഇത് സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ല. ഏതൊരു ബസ്സുവിന്റെ ആ ഒരു ലോയിൽ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുമ്പോഴും അറസ്റ്റ് ചെയ്യാൻ വരുമ്പോഴും ആണ് നമുക്ക് മസ്റ്റ് ആയിട്ട് നെയിം ബോർഡ്. കാരണം ഇപ്പൊ ഞാൻ അജുനെ അറസ്റ്റ് ചെയ്യാൻ വരുവാണ്, ഞാൻ ആരാന്ന് അജുന് അറിയണം. ഇപ്പൊ അജുന് വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ട് പോയിട്ട് എവിടെയാണോ കൊണ്ടുപോകുന്നത് അങ്ങനെ തന്നെയല്ല. ഇത് എനിക്കല്ല, ഞാൻ നിയമം പഠിച്ച ആളല്ല. ഞാൻ പുള്ളിയുടെ പേര് പറയുന്നതിന് ആഗ്രഹിക്കുന്നില്ല. ഇത് വേണ്ട, വലിച്ചിടുന്നില്ല. അദ്ദേഹം വളരെ കൃത്യമായി അന്ന് നടന്ന സംഭവത്തെ കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. അതിനകത്തെ റൂൾസ് അടക്കമാണ് പുള്ളി പറയുന്നത്. യൂണിഫോമും നെയിം ബോർഡും അത് ഈ സഡൻ ആയിട്ടുള്ള ആക്ഷനുകളിൽ അല്ലാത്ത സമയങ്ങളിൽ ആവശ്യമാണ്. ഇത് സഡൻ ആയിട്ടുള്ളതല്ല, അവിടെ ഉള്ള ആളുകളാണ്. ഇതിന് പ്രൊട്ടക്ഷന് വേണ്ടി രാവിലെ തൊട്ട് വന്ന് നിൽക്കുന്ന ആളുകളാണ്.
അതിന് ആ മാഡത്തിനോട് ചോദിച്ചപ്പോ മാഡം പറഞ്ഞത് നിലത്ത് വീണ് പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ഒട്ടിക്കാഞ്ഞത് എന്നാണ് പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ലാന്നോ നിയമപരമായിട്ടല്ല സംസാരിച്ചത്. ഈ വീഡിയോ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലുള്ള മാഡത്തിനോട് ആ മാം പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. നിലത്ത് പോകുന്നത് കൊണ്ടാണെന്ന്. അപ്പൊ ഈ പറഞ്ഞതും അവര് പറഞ്ഞതും തമ്മിൽ വ്യത്യാസമില്ലേ? നിയമപരമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പറയാം ഇത് നിയമപരമായിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല ഇതുപോലെയുള്ള ഒരു ആക്ഷന് വേണ്ടി ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വക്കീല് പറഞ്ഞതിനെ ഞാൻ കൂടുതലായിട്ട് വിശ്വസിക്കാനുള്ള കാരണം അതാണ്. നിലത്ത് വീണുകൊണ്ട് ഒറ്റ കാരണം നിലത്ത് വീണ് പോവും ആ ഒരു ഒറ്റ മറുപടി, അതായത് അവരുടെ മറുപടി കൃത്യമല്ലാത്ത ഒറ്റ കാരണം മതി എനിക്ക് വക്കീല് പറഞ്ഞ നിയമം അതാണ്, റൂൾ ഇതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ. പക്ഷെ ഞാൻ അത് സെർച്ച് ചെയ്തപ്പോ ഞാൻ കണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്രൊട്ടസ്റ്റിൽ വരുന്ന പല ആളുകളുണ്ട്. ആ പല ആളുകളുടെയും ചിലർ അക്രമാസക്തമായിരിക്കും, ചിലർ അക്രമാസക്തമായിരിക്കും, ചിലർ അക്രമാസക്തമായിരിക്കില്ല. ഈ അക്രമാസക്തമാകുന്ന ആളുകളുടെ നെയിം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ട കാര്യമാണ്, അതായത് ഞാൻ സെർച്ച് ചെയ്തപ്പോ എനിക്ക് കിട്ടിയ കാര്യമാണ്, വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേര് റിവീൽ ആവും. ഇപ്പൊ ഈ സമരത്തിന് വരുന്ന ആളുകളും പങ്കെടുക്കുന്ന ആളുകളും എങ്ങനത്തെ ആളുകളാണെന്ന് നമുക്കറിയില്ല. ചില ആളുകൾ അവിടെ വെച്ച് അവിടെ തീർന്നു, ചില ആൾക്കാർ വല്ല പ്രതികാര ബുദ്ധിയോടോ സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നിയമപാലകർക്ക് ആർക്കും നെയിം ബോർഡ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. കാരണം നമ്മുടെ അല്ലല്ല എന്റെ ചോദ്യം അല്ല ഒരു മിനിറ്റ്. പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ യുവജനങ്ങൾ അവിടെയുള്ളത് കള്ളക്കടത്തുകാരോ കൊലപാതകികളോ അല്ലെങ്കിൽ ഗുണ്ടാ തലവന്മാരോ ഒന്നുമല്ല. പക്ഷേ ഞാൻ പറയട്ടെ ഈ നമ്മുടെ കേരളത്തിലെ വിട്ടരെ ഇന്ത്യയിലെ പല വൻനിര ഗുണ്ടാ തലവന്മാർ, പിടികിട്ടാപ്പുള്ളികളൊക്കെ വേറെ, അങ്ങനെയുള്ളവർക്കെതിരെ ആക്ഷൻ എടുത്തിട്ടുള്ള നിയമപാലകരുണ്ട്. അവരുടെ പേരും കുടുംബവും അടക്കം വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവര് ജീവനെ പേടിച്ചുകൊണ്ട് ഈ നെയിമും സാധനവും മറച്ചു വെച്ചുകൊണ്ടാണ്. ശിക്ഷ വിധിക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഈ കൊച്ചിയിലെ കാര്യം ശബരിമലയിലും നിലയ്ക്കലിന്റെ സംഭവത്തിലും പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. നെയിം ബോർഡുള്ള ഇല്ലാത്തവരും ഉള്ളവരും ഉണ്ടായിരുന്നു. അതേപോലെ അന്നും പറഞ്ഞിട്ടുണ്ട് അന്നും ഇതേ സംസാരം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ള ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ നെയിം ബോർഡ് വേണമെന്നുള്ളത് അന്നും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നും ഇവിടെ നമ്മുടെ കേരളത്തിലും ഞാൻ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് വരുമല്ല, നമ്മുടെ കേരളത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതല്ല ഞാൻ പറയുന്നില്ലേ, നമ്മളിപ്പോ ഇന്ത്യയിലെ യുപിയിലെ കാര്യം പറയുമ്പോൾ കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ഭരണഘടനാ പ്രകാരം ജീവിക്കുന്ന ഇന്ത്യയിൽ എവിടെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നാലും എതിർക്കപ്പെടേണ്ടതാണ്. അത് കേരളമൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയാണ് പോലീസുകാരും ഈ മാറാട് കലാപത്തിലും ഈ ശബരിമല ഇഷ്യൂ ഒക്കെ നടന്നപ്പോ ഈ നെയിം ടാഗ് ഇല്ലാതെ നെയിം ബോർഡ് ഇല്ലാതെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ പല ആൾക്കാരും വന്നിട്ടുണ്ട്. അതും തെറ്റ് തന്നെയാണ്. അങ്ങനെയാണ് അത് തെറ്റാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പല കാര്യങ്ങളും ന്യായീകരിക്കുന്ന അങ്ങനെയാണ്. ഇവിടെ ഇപ്പോഴത്തെ ഒരു വിഷയം അങ്ങനെയാണ്. ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നൊരു വിഷയത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളതിനേക്കാൾ അപ്പുറം അവരങ്ങനെയല്ലേടാ, അല്ലെങ്കിൽ നിന്റെ മതത്തിൽ അങ്ങനെയല്ലേടാ, അവരങ്ങനെയല്ലേ എന്നാണ് ചോദ്യം. മതമുണ്ട്, അത് അല്ല ഞാൻ പറയുന്നത്. വേറൊരു കാര്യവുമായിട്ട് എടുത്ത് കമ്പയർ ചെയ്യാണ്. ഇപ്പൊ തന്നെ CJP അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തു, എന്തുകൊണ്ട് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നാണ്. അത് ശരിയോ തെറ്റോ അത് അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അവർക്ക് അവരുടെ ഓപ്പോസിറ്റ് രാഷ്ട്രീയം എവിടെയാണോ നിൽക്കുന്നത് അതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ മതത്തിനെ കുറിച്ച് പറഞ്ഞാൽ പോലും ഞാനിപ്പോ മുസ്ലിം ആണെന്ന് എന്റെ പേര് കണ്ടാൽ എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും ഭയങ്കര മതപരമായിട്ട് ചിന്താഗതിയോടെ കൊണ്ട് നടക്കുന്ന ആളൊന്നും അല്ല. ഞാൻ ഇന്ന് വരെ എന്റെ ആദ്യത്തെ പേജ് റിമൂവ് ആയി പോയ ഒരു 150 സംതിങ് ഫോളോവേഴ്സ് ഉണ്ട്. ആ പേജിനകത്ത് 2000 സംതിങ് വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നും ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെയും മതം സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കുന്ന രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത കമന്റ് താഴെ വരുന്നത് മതപുസ്തകം, മുഹമ്മദ്, മറ്റേത്, മറിച്ചത് എന്നുള്ള രീതിയിലായിരിക്കും. അവിടെയാണ് എന്റെ വിഷയം മുഴുവൻ. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്ന ഇഷ്യൂ എത്ര റിലവന്റ് ആണ്, അത് ശരിയാണോ തെറ്റാണോ, ഇതല്ല അവരുടെ ആരുടെയും വിഷയം. സംസാരിക്കുന്നത് ഞാനാണ് എങ്കിൽ നേരെ പിടിക്കുക, ഖുർആൻ പിടിക്കുക, മറ്റേ 16-ാം നൂറ്റാണ്ട് പിടിക്കുക, മറ്റേ മുഹമ്മദ് നബി കല്യാണം കഴിച്ചതിനെ കുറിച്ച് പറയാം. ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ഇപ്പൊ ഏതെങ്കിലും ഒരു പൂജാരി, ഉദാഹരണമാണ് ഇതല്ല, ഒരു പൂജാരിനെ പോക്സോ കേസിൽ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്താൽ ഉടനെ തൊട്ടുവയ്ക്ക് നിന്റെ മദ്രസയിലെ മറ്റേ അവരെ ചെയ്തില്ലേ, എങ്കിൽ ഇയാൾ ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അവർക്ക് വിഷയമല്ല. അതെ, ഈ ഒരു സിറ്റുവേഷൻ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഞാനിപ്പോ ഇങ്ങനെ
തീവ്രവാദത്തിന്റെ കാര്യം പറഞ്ഞു, ഒസാമ ബിൻ ലാദന്റെ ഒരു കാര്യം പറഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോ അതിന്റെ അടിയിൽ വന്ന് കുറെ പേര് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ് ഒസാമ ബിൻ ഞാൻ എന്താണ്ട് അവരുടെ പിതാക്കന്മാരെ പറഞ്ഞ പോലെ സിറ്റുവേഷൻ എനിക്ക് കിട്ടിയത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതിന്റെ താഴെ കമന്റ് വരുന്ന പലർക്കും പിതാക്കന്മാരില്ലാത്ത ഫേക്ക് ഐഡിയിൽ നിന്നിട്ടായിരിക്കും ആയിരിക്കാം. പക്ഷെ 1-2 ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ഒസാമ ബിൻ ലാദൻ നമുക്കറിയുന്ന തീവ്രവാദിയാണ്. ആ തീവ്രവാദിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കമന്റ് സപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിട്ടാണ് കുറെ ആളുകൾ ഇവിടെയുള്ള മലയാളം സംസാരിക്കുന്ന ആളുകൾ എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. അത് കുറെ പേര് തലയില്ലാത്തവരുണ്ട്, വാലില്ലാത്തവരുണ്ട്, കുറച്ച് ഒറിജിനൽ ഐഡിയയിലുള്ളവരുണ്ട്. ഇങ്ങനെ നമുക്കിപ്പോ പേഴ്സണലി നമ്മളെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇഷ്യൂ വരുന്നത്. എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇപ്പൊ ചില ആൾക്കാർ മതം പറഞ്ഞു വരും, അത് അവിടെ നിന്നോട്ടെ. ഒസാമ ബിൻ ലാദനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ പറഞ്ഞ ആളുടെ മതം നോക്കി വരുന്നുണ്ട്. നീ ഇങ്ങനെയാണ്, നീ സംഖ്യയാണ് എന്ന് പറയുന്നുണ്ട്. ശരി, ഓക്കെ, ഞാൻ സംഖ്യയാണ്, ഒസാമ ബിൻ ലാദനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ സംഖ്യയാണ്, ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരുത്തം പറഞ്ഞത് നമ്മുടെ വീട്ടുകാരുടെ കാര്യം, നമ്മുടെ വീട്ടുകാരുടെ അതിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതങ്ങ് തിരിഞ്ഞു നോക്ക്. ചില ആൾക്കാർ നമ്മൾ വിശ്വസിക്കുന്ന, ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഒറ്റ അതുകൊണ്ട് മാത്രം ഞാൻ വിശ്വാസിയാണെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉള്ള കാര്യം പറയാം, ഞാൻ അമേദ്യമായിട്ടുള്ള ഒരു വിശ്വാസിയല്ല. കാരണം ഞാൻ ജനിച്ചത് ഹിന്ദു ആണ്. ആ ഒരു അത് ഐഡന്റിറ്റി ഞാൻ പറയും വിശ്വാസം വേണം, എല്ലാവർക്കും വിശ്വാസം വേണം. അമിതമാകുമ്പോഴാണ് അതിന്റെ വിഷയം ഉണ്ടാവുന്നത്. അല്ല, കാരണം അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാനൊരു ഹിന്ദു ആണെന്ന് വെച്ചിട്ട് എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുരുപൊട്ടും എന്നുള്ള മൈൻഡ് ഉണ്ട്, ആ ഒരു മൈൻഡ് ഉണ്ട്. പക്ഷെ ഞാൻ വിശ്വാസി ഓവറായിട്ടല്ല എന്നുള്ളത് കൊണ്ട്, എനിക്ക് വിശ്വാസം അധികം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അതിനെ പൊട്ടേണ്ട ആവശ്യമില്ല. എന്ത് പറഞ്ഞാലും കയറി പിടിക്കുന്ന കുറെ, ഇപ്പൊ അജു പറഞ്ഞ പോലെ അജുവിന്റെ മതത്തിൽ കയറി പിടിക്കുന്ന ആളുണ്ട്, അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് കയറി പിടിക്കുന്ന ആളുണ്ട്. ഈ ചില സബ്ജക്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ചില പേരുകൾ ഒരു ചർത്തി തരും. അതെ, അതായത് എല്ലാ മതങ്ങളിലും ഈ തീവ്രമായിട്ടുള്ള ആളുകളുണ്ട്. ഈ തീവ്ര ചിന്താഗതിയുള്ള ആളുകളാണ് ഇതിന്റെ എല്ലാം പ്രശ്നക്കാർ. അത് കൂടുതലും ഞാൻ കാണുന്നത് ഈ ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്കിൽ ഒരു 40 എബോവ് ഉള്ള ആളുകൾ ഭയങ്കര വിശ്വാസമായിട്ട് നടന്നിട്ടുള്ള ആക്റ്റീവ് അതിലാന്ന്. അതെ, അതായത് അവര് ഫോളോ ചെയ്തിരിക്കുന്ന ഈ പേജുകളോ അല്ലെങ്കിൽ ഫോളോ ചെയ്തിരിക്കുന്ന ആളുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് രാഷ്ട്രീയം സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ മതം സംസാരിക്കുന്ന താല്പര്യമുള്ള ആളുകളാണ്. അപ്പൊ ഉള്ള വിഷയം എന്ന് വെച്ചാൽ നമ്മള് രാഷ്ട്രീയപരമായിട്ട് സംസാരിച്ചു വരുമ്പോ ഇവരുടെ മനസ്സിലൊരു ചിന്താഗതിയുണ്ട്. ഇത് ഇപ്പോ BJP-കാർ പറയുന്ന പോലെ തന്നെ ഞാൻ പറയാം, ഞങ്ങൾ ഈ ഹിന്ദു മതത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്നൊരു സെറ്റപ്പ് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഈ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരു 40 എബോവ് ഉള്ള ആളുകളാണ്. ഇപ്പോഴത്തെ യുവാക്കളെ പിള്ളേരൊന്നും ഞാൻ പിടിക്കുന്നില്ല, അവരൊക്കെ നല്ല അടിപൊളി പിള്ളേരാണ്. ഈ മതം എവിടം വരെ നിർത്തണം, മതത്തിന്റെ ഒരു ലിമിറ്റ് അറിയാവുന്ന ഒരുപാട് പിള്ളേരുണ്ട്. ഞാൻ ഈ രാഷ്ട്രീയം സംസാരിച്ച് തുടങ്ങിയ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം അതാണ്. നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരുപാട് പിള്ളേരുണ്ട്. ചേട്ടാ, ഞാനൊക്കെ ഒരു പ്രായം വരെ രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്ന ആളല്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞു, ഒരു സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ രാഷ്ട്രീയത്തിലേക്ക് അതൊക്കെ പറയുകയാണെങ്കിൽ വളരെ രസമാണ്. ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനിപ്പോ BJP-നെ പറയുമ്പോൾ ഒന്നെങ്കിൽ എന്നെ കമ്മിയാക്കും, അല്ലെങ്കിൽ പിന്നെ നാളെ കൊങ്ങിയാക്കും. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സുഡാപ്പി എന്നുള്ളതാണ്. അതൊക്കെ എനിക്ക് അക്സെപ്റ്റബിൾ ആണ്, കാരണം അതെല്ലാം രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടത്. എനിക്കൊരു വിഷയവുമില്ല. ശരണ പറഞ്ഞു, ഞാൻ ഇന്നിപ്പോ ഈ കൊച്ചിയിൽ ഇരിക്കാനുള്ള കാരണം എന്നെ തീവ്രവാദി അല്ലെങ്കിൽ രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തുന്ന കുറെ ആളുകളുണ്ട്. അവർക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ഇന്നിപ്പോ ഹൈക്കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇന്ന് ശരണി ഇന്നലെ വിളിച്ചപ്പോ തന്നെ ഞാൻ ഇന്ന് വരുന്നുണ്ടെന്ന് പറയാനുള്ള കാരണം അതാണ്. ബാക്കിയെല്ലാം എനിക്ക് അംഗീകരിക്കാൻ സാധിക്കും. ഏതാ വീഡിയോ ആണോ ഇട്ടത് അതോ വീഡിയോ ഇട്ടിട്ടുണ്ട്, കമന്റ്സിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. എല്ലാം ഞാൻ എടുത്ത് സ്ക്രീൻഷോട്ടും എല്ലാ തെളിവുകളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോ എനിക്ക് വേറെന്തോ അംഗീകരിക്കാന്നേ. ഞാൻ ഏറ്റവും കൂടുതൽ കമന്റ്സിൽ അപമാനിക്കപ്പെടുന്നത് ഈ പറയുന്ന ഒരു സംഭവം പറഞ്ഞിട്ടാണ്. രാജ്യദ്രോഹിയാണ്, നീ പാകിസ്ഥാനിൽ പോണം, നിന്റെ തന്ത അവിടെയാണ്, ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോണ്ടല്ലോ, ഒരു ഇന്ത്യക്കാരനായി ജനിച്ച് ഇന്ത്യയിൽ ജീവിച്ച് ആരോടും ഇന്ത്യക്കാരെന്ന് അഭിമാനത്തോടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പറയില്ല, എനിക്ക് അത് ഒരാളുടെ മുന്നിൽ തുറന്നു കാണിക്കാനോ അതൊന്നും കൊണ്ടു നടക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് പക്ഷേ അതൊരു ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്റെ കമന്റ്സിൽ ഇപ്പോ ശരണി അങ്ങനെയുള്ള ആളാന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഞാൻ ശരണ്യോട് പറയാണ്, നിന്റെ രാജ്യസ്നേഹം കാണിക്കടി എന്ന് എന്നോട് പറയേണ്ട കാര്യം കേട്ടോ, എന്റെ കമന്റ്സ് വരുന്ന അങ്ങനെ ഞാൻ ശരണ്യോട് പറഞ്ഞു കഴിഞ്ഞാൽ ശരണിക്ക് വരുന്ന ഫീൽ എന്തായിരിക്കും ഒന്ന് ആലോചിക്കേ. ദേഷ്യം വരും, വിഷമം വരും. കാരണം നമ്മൾ പറയേണ്ടത് ആ കാര്യമല്ല, അത് നമ്മൾ രാജ്യദ്രോഹി എന്നുള്ള മുദ്ര കുത്തും. അതായത് ഈ പറയുന്ന ഞാൻ ഇപ്പൊ വിളിക്കുന്ന ഒരു പേരുണ്ട്, അഭിനവ കപട രാജ്യസ്നേഹികളുടെ ഒരു ഭയങ്കര കൂട്ടമുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ ഞങ്ങൾ മാത്രമാണ് രാജ്യസ്നേഹികൾ.
ബാക്കി എല്ലാരും ഏതോ മറ്റേ മണ്ടയിൽ ഇട്ട് വന്ന ആൾക്കാരെ പോലെയാണ് സംസാരിക്കുന്നത്. അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലുള്ള കുറച്ചാൾ, അതായത് കുറച്ച് തീവ്രമായിട്ട് എനിക്കെതിരെ ഈ രീതിയിൽ എനിക്കെതിരെ വീഡിയോ ചെയ്തു. ഞാൻ ഒരു മനുഷ്യനാണ്. ഞാൻ പറയുന്ന എല്ലാം ശരിയാവണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറയുന്നതിനകത്ത് തെറ്റുകളുണ്ടാവും. ആ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു മാന്യമായ രീതിയിൽ.